പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കുട്ടിക്കാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും കേരള പിറവി ദിന ആശംസകൾ. കൂട്ടുകാരെ, നമ്മുടെ കേരളത്തിന് എന്തോരം പ്രത്യേകതകളാണല്ലേ. അതേ ചസ, നമ്മുടെ കേരളത്തിന് എന്തോരം പ്രത്യേകതകളാണല്ലേ. എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് എന്താന്ന് നോക്കാലോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ. തത്തമ്മയുടെ പേരെന്താ? ചേനീസ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? ഓട്ട. എലിക്കുട്ടന്റെയോ? ജോവാൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ കാട്ടിൽ നിന്ന്. കുറുക്കന്റെ പേരെന്താ? മെറിൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറക്കാട്ടിൽ നിന്ന്. മയിലിന്റെയോ? സെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് കഥ കേട്ടാലോ. ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു കച്ചവടക്കാരനും കുറെ കുരങ്ങന്മാരും. ഒരിടത്ത് ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ കച്ചവടക്കാരന്റെ തൊഴിലെന്ന് പറയുന്നത് തൊപ്പികൾ സ്വന്തമായി ഉണ്ടാക്കി അത് നാടുകളിലൂടെ നടന്നു വിൽക്കുക എന്നതായിരുന്നു. അദ്ദേഹം രാവിലെയെല്ലാം തൊപ്പികൾ കൈകൊണ്ട് നെയ്തുണ്ടാക്കും. എന്നിട്ട് അതൊരു കുട്ടയിലിട്ട് പല സ്ഥലങ്ങളിൽ കൂടെ നടന്നു വിൽക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ. അയാൾ ഇങ്ങനെ നടന്നു വിൽക്കുമ്പോൾ തനിക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവുമെല്ലാം കൂടെ കരുതിയിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കാട്ടിലൂടെ തൊപ്പികൾ വിൽക്കുന്നതിനായി നടന്നു പോകുകയായിരുന്നു. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വളരെ ക്ഷീണം അനുഭവപ്പെട്ടു. എന്നാൽ കുറച്ചു നേരം വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ഒരു വലിയ മരം കണ്ടു. അതിന് വളരെയധികം ശിഖരങ്ങളും നല്ല തണലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ മരം തിരഞ്ഞെടുത്തിട്ട് അവിടെ വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടയെല്ലാം ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ അയാൾക്ക് കുറച്ച് ഉറക്കം വന്നു. എന്നാൽ ഉറങ്ങിയിട്ട് പോകാമെന്ന് അയാളും കരുതി. അങ്ങനെ അയാൾ പതിയെ ഒരു തൊപ്പിയെടുത്ത് മുഖത്ത് വെയിലടിക്കാതെ വെച്ചതിന് ശേഷം അദ്ദേഹം ആ മരത്തിൽ ചാരി കിടന്നുറങ്ങി. ഈ സമയത്ത് ആ മരത്തിലുണ്ടായിരുന്ന എല്ലാ കുരങ്ങന്മാരും താഴേക്ക് ഇറങ്ങി വന്ന് ആ തൊപ്പികളെല്ലാം എടുത്ത് കളിക്കുവാൻ തുടങ്ങി. ആ കുരങ്ങന്മാരെല്ലാവരും ഇച്ചിരി കുസൃതി കുടുക്കകളായിരുന്നു. എല്ലാവരും ആ തൊപ്പികൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാരുടെ ബഹളം കേട്ട് ഈ കച്ചവടക്കാരൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ കുട്ടയിലുണ്ടായിരുന്ന തൊപ്പികളൊന്നും കാണുന്നില്ല. കച്ചവടക്കാരൻ പേടിച്ചു പോയി. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തൊപ്പികളെല്ലാം എവിടെ പോയി? ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കുമോ? അയാൾ ചുറ്റും നോക്കിയപ്പോൾ തൊപ്പിയുടെ കഷ്ണങ്ങളൊന്നും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ കുരങ്ങന്മാർ മരത്തിന്റെ മുകളിൽ നിന്നും ശബ്ദമുണ്ടാക്കി. ഈ ശബ്ദം കേട്ട് കച്ചവടക്കാരൻ മരത്തിന് മുകളിലേക്ക് നോക്കി. അപ്പോൾ ഇതാ തൻ്റെ തൊപ്പികളെല്ലാം എടുത്ത് കുരങ്ങന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കച്ചവടക്കാരന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. കച്ചവടക്കാരൻ ആദ്യം കുരങ്ങന്മാരോട് പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ തൊപ്പികളെല്ലാം എനിക്ക് തിരികെ നൽകുക. ഇത് മാത്രമാണ് എനിക്ക് ജീവിക്കുവാനുള്ള ഏക മാർഗം. ഇതിൽ നിന്നും ലഭിക്കുന്ന പണം കൊണ്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുവാൻ. നിങ്ങൾ അത് ദയവ് ചെയ്ത് എനിക്ക് തിരികെ നൽകണം. പക്ഷെ കുരങ്ങന്മാരുണ്ടോ കേൾക്കുന്നു. അവർ അത് മൈൻഡ് ചെയ്തേയില്ല. വീണ്ടും അത് വെച്ച് കളിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് കച്ചവടക്കാരന് ഒരു ഐഡിയ തോന്നിയത്. കച്ചവടക്കാരൻ എവിടെയോ കേട്ടിട്ടുണ്ട്, കുരങ്ങന്മാർ മനുഷ്യന്മാർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്യുമെന്ന്. കച്ചവടക്കാരൻ ആ ഐഡിയ സ്വീകരിച്ചു. ഉടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. അപ്പോൾ അതാ കുരങ്ങന്മാരുടെ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയും എടുത്ത് തലയിൽ വെച്ചു. ഇത് കണ്ടപ്പോൾ കച്ചവടക്കാരന് മനസ്സിലായി തൻ്റെ ഐഡിയ ഫലവത്താവുന്നുണ്ട്. അപ്പോൾ കച്ചവടക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ തലയിലിരുന്ന തൊപ്പിയെടുത്ത് കയ്യിൽ നീട്ടിപ്പിടിച്ചു. അപ്പോൾ കുരങ്ങന്മാരും അതുപോലെ തന്നെ കയ്യിലേക്ക് തൊപ്പിയെടുത്ത് നീട്ടിപ്പിടിച്ചു. ഈ സമയം കച്ചവടക്കാരൻ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയെടുത്ത് ഒരൊറ്റയേർ. ഇത് കണ്ടതും കുരങ്ങന്മാരെല്ലാവരും കയ്യിലുണ്ടായിരുന്ന തൊപ്പിയെടുത്ത് എറിഞ്ഞു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയെല്ലാം താഴെ നിലത്ത് വന്നു. ഈ സമയത്തിന് കച്ചവടക്കാരൻ നിലത്ത് വന്ന തൊപ്പിയെല്ലാം വാരിപ്പെറുക്കി തൻ്റെ കുട്ടയിലാക്കി. അപ്പോഴാണ് കുരങ്ങന്മാർക്ക് തങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് മനസ്സിലായത്. കച്ചവടക്കാരൻ തനിക്ക് കിട്ടിയ തൊപ്പിയെല്ലാം വാരിപ്പെറുക്കി തൻ്റെ കുട്ടയിലാക്കി കുരങ്ങന്മാർക്ക് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ?
ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ബുദ്ധിപരമായി ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്കത് മറികടക്കുവാനായി സാധിക്കും. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. കൂട്ടുകാരെ, ഇന്ന് പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല മെസ്സേജുള്ള കഥയായിരുന്നല്ലേ പുള്ളിമാൻ പറഞ്ഞത്. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശക്തി നൽകും. 2 സാമുവേൽ 7:11. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാന്ന് നോക്കിയിട്ട് വന്നാലോ? ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു മാലാഖയെ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് പേപ്പർ കപ്പ്, പെയിന്റ്, സിസേഴ്സ്, പെൻ ബ്രഷ്, മാർക്കർ, 1 സ്റ്റാർ, സൂചി നൂല്, തെർമാക്കോൾ ബോൾ, ഗം, ബീഡ്സ്, കളർ പേപ്പർ. ആദ്യമായി നമുക്ക് പേപ്പർ കപ്പ് പെയിന്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാലാഖയുടെ ചെറുകൊണ്ടാക്കാം. ഇനി നമുക്കിത് കത്രിക കൊണ്ട് വെട്ടിയെടുക്കാം. നമുക്ക് മാലാഖയ്ക്ക് കണ്ണുമുക്കും കൊടുക്കാം. ഇനി നമുക്ക് മാലാഖയുടെ കാലുണ്ടാക്കാം. ഇനി നമുക്ക് മാലാഖയുടെ ചിറക് പേപ്പർ കപ്പിൽ ഒട്ടിക്കാം. നമുക്ക് മാലാഖയുടെ തല ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാലാഖയ്ക്ക് കൈ കൊടുക്കാം. ഇനി നമുക്ക് ഈ കൈ പേപ്പർ കപ്പിൽ ഒട്ടിക്കാം. മാലാഖയുടെ കയ്യിൽ സ്റ്റാർ കൊടുക്കാം. ഇനി നമുക്ക് മാലാഖയ്ക്ക് ക്രൗൺ കൊടുക്കാം. നമ്മുടെ മാലാഖ റെഡി ആയി കഴിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കണേ. കുട്ടിക്കാരെ, എക്സ പഠിപ്പിച്ച ക്രാഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. റിസ, നിനക്ക് എക്സ പഠിപ്പിച്ച ക്രാഫ്റ്റ് ഇഷ്ടമായോ? ആം, എനിക്കും ഇഷ്ടമായി. എങ്കിൽ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഈ ക്രാഫ്റ്റ് വീട്ടിൽ ചെയ്തു നോക്കണേ. ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ജന്മദിന ആശംസകൾ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് കളിയരങ്ങ് കാണാൻ പോയാലോ? മുടിയണിഞ്ഞു കൊണ്ടീശോ ഇൻ മുഖത്ത്
പാശത്തിൻ മുള്ളുകൾക്കിടയിൽ വേദനയിൽ ഞാൻ പിടഞ്ഞു. പരിഹാസവാക്കിൻ നടുവിൽ ഇടനെഞ്ചു നീറിക്കരഞ്ഞു. ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതമാം ദിവ്യരൂപം. ആശ്വാസത്തോടെ ഞാൻ നുകർന്നു ആ ദിവ്യനാഥന്റെ സ്നേഹം. ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സഹനത്തിൻ വേളകളെല്ലാം നിശബ്ദയായി ഞാൻ കരഞ്ഞു. ആ നേരമീശോനാഥൻ സാന്ത്വനവചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം നാളെ നിൻ ആനന്ദമാകും. നാളെ നിൻ ആനന്ദമാകും. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ. ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. കൂട്ടുകാരെ, എനിക്കിഷ്ടമായി ഇന്നത്തെ കളിയരങ്ങ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ഡാൻസ് മസ്തി കാണാൻ പോയാലോ?
വചനമായി തിരയിലും കണ്ടു നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു എരിയുമീ തിരയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു. എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു. ഇരവിലും പകലിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാന്ന് നോക്കിയിട്ട് വന്നാലോ? കുഞ്ഞു മനസ്സുകളിൽ മാതൃദേശത്തോടും മാതൃഭാഷയോടും സ്നേഹം നിറയ്ക്കുന്നതിനായി എലിക്കുളം സെന്റ് മാത്യൂസ് കിൻഡർ ഗാർഡനിൽ മലയാളി മംഗ കേരള ശ്രീമാൻ മത്സരം നടത്തപ്പെടുകയുണ്ടായി. കേരളത്തനിമയാർന്ന വേഷവിധാനങ്ങളിൽ കുഞ്ഞുങ്ങൾ അണിനിരന്നപ്പോൾ കാണികളുടെ മനം കുളിർന്നു. സമ്മാനാർഹരായവർക്ക് സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജെയിംസ് തെക്കഞ്ചേരിക്കുന്നലും വാർഡ് മെമ്പർ സിൽവി വിൻസനും സമ്മാനങ്ങൾ നൽകി. 71ഓളം കുഞ്ഞുങ്ങൾ വേദിയിലെത്തിയ മത്സരം ആസ്വാദകരിൽ കൗതുകം ഉണർത്തുന്നതായിരുന്നു. ഇന്ന് കളിയരങ്ങിൽ ആരുടെ പടമാ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ? കൂട്ടുകാരെ, പടങ്ങൾ വരയ്ക്കാനും ഡാൻസുകൾ കളിക്കാനും കഥകൾ പറയാനും കഴിവുകളുണ്ടെങ്കിൽ കളിമുറ്റത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്തയാഴ്ച ഇതിന് നല്ല എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. ചിൽഡ്രൻ, ബൈ.